കേരളത്തിന്റെ തലസ്ഥാന നഗരി ഇന്ന് വികാരനിർഭരമായ ഒരു രാഷ്ട്രീയ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി ബി പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരത്തിലെത്തുകയുണ്ടായി. വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വമ്പിച്ച റോഡ് ഷോയും ഉൾപ്പെടുന്ന ഈ സന്ദർശനം സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഔദ്യോഗിക പരിപാടിയല്ല, മറിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള വേദി കൂടിയാണ്. പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ മേയർ വി രാജേഷിന്റെ പേര് ഇല്ലാതിരുന്നത് തുടക്കത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഗവർണർ, മുഖ്യമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 22 പേരാണ് പട്ടികയിലുള്ളത്. എന്നാൽ ബി സ്വന്തം മേയർ വിമാനത്താവളത്തിൽ പോകാത്തതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളും രാഷ്ട്രീയ പാഠങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. സാധാരണയായി ഒരു നഗരത്തിന്റെ പ്രഥമ പൗരൻ എന്ന നിലയിൽ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ വിമാനത്താവളത്തിൽ പോയി കൈകൊടുത്ത് മടങ്ങുന്നതിനേക്കാൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പ്രധാന പൊതുപരിപാടികളുടെ വേദികളിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനാണ് മേയർ മുൻഗണന നൽകുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ തീരുമാനം എന്ന മേയറുടെ ഓഫീസ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള ചില തന്ത്രപരമായ മുൻകരുതലുകൾ കൂടിയുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ കാലത്തുണ്ടായ ചില സംഭവങ്ങൾ നേതൃത്വം ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണസമിതി അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. 2021 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തലസ്ഥാനത്തെത്തിയപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക വാഹനം രാഷ്ട്രപതിയുടെ അതീവ സുരക്ഷാ വാഹന വ്യൂഹത്തെ മറികടക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും രാഷ്ട്രപതിക്കൊപ്പം വേദിയിലേക്ക് എത്തുന്നതിനായി നടത്തിയ ഈ നീക്കം കടുത്ത സുരക്ഷാ വീഴ്ചയായാണ് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നത്. VVIP സുരക്ഷാ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കാതെ നടത്തിയ ഇത്തരം നീക്കങ്ങൾ കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കിയെന്ന് അന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു. രാഷ്ട്രപതി പങ്കെടുത്ത പൂജപ്പുരയിലെ ചടങ്ങിൽ വാട്ടർ കണക്ഷൻ ഇല്ലാത്ത ശുചിമുറി ഒരുക്കിയത് വലിയ വിവാദമായിരുന്നു. രാഷ്ട്രപതിക്ക് ശുചിമുറി ഉപയോഗിക്കാൻ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്ന സാഹചര്യം നഗരസഭയുടെ ഭരണപരമായ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇത്തരം നാണക്കേടുകൾ ഒഴിവാക്കാനും തികഞ്ഞ അച്ചടക്കത്തോടെയും പക്വതയോടെയും പ്രധാനമന്ത്രിയെ വരവേൽക്കാനുമാണ് VV രാജേഷ് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം വെറും 2 മണിക്കൂർ മാത്രമാണ്. വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം അതിവേഗം റെയിൽവേ ചടങ്ങിലേക്ക് പോയി. വിമാനത്താവളത്തിൽ സ്വീകരണത്തിന് നിന്നാൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുൻപേ ഗതാഗത കുരുക്കുകൾ കടന്ന് റെയിൽവേ സ്റ്റേഷനിലെ വേദിയിലേക്ക് എത്തുക മേയർക്ക് പ്രായോഗികമല്ല. ആര്യ രാജേന്ദ്രൻ ചെയ്തതുപോലെ വാഹന വ്യൂഹത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ വിമാനത്താവളത്തിലെ ചടങ്ങ് ഒഴിവാക്കി വേദികളിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ മേയർ തീരുമാനിക്കുകയായിരുന്നു. നഗരസഭ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിൽ എത്തിക്കുമെന്ന BJP നേതൃത്വത്തിന്റെ വാഗ്ദാനം ഇതോടെ പാലിക്കപ്പെടുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനായുള്ള ഒരു സമഗ്ര മാസ്റ്റർ പ്ലാൻ മേയർ VV രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറും. നഗരസഭയുടെ വികസനത്തിന് കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ കേരളത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് മോദി നിർവഹിക്കുകയും ചെയ്തു. ഈ ട്രെയിനുകൾ അനുവദിച്ചതിന് പിന്നിൽ BJP ഭരണസമിതിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന പ്രചാരണവും ശക്തമാണ്. വൈകുന്നേരം ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നീളുന്ന വൻ റോഡ് ഷോയാണ് BJP കൂടുതലും സംഘടിപ്പിച്ചിരുന്നത്. ഈ രാഷ്ട്രീയ നീക്കം ഏകോപിപ്പിക്കുന്നതിലും മേയർക്ക് വലിയ പങ്കുണ്ട്. ഒരു വശത്ത് വികസന നായകനായി പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കുമ്പോഴും മറുവശത്ത് കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള കരുനീക്കങ്ങളും സജീവമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് തലസ്ഥാന നഗരിയിൽ അതീവ ജാഗ്രതയാണ് പുലർത്തിയിരുന്നതും. ഗതാഗത നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്തു. റോഡ് ഷോ നടക്കുന്ന പാതകളിൽ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. BJP പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി മേയറെ നേരിട്ട് കണ്ട് വികസന കാര്യങ്ങൾ സംസാരിക്കുന്നത് നഗരസഭയിലെ BJP ഭരണത്തിന് വലിയ അംഗീകാരമായി മാറുകയും ചെയ്തു. വിമാനത്താവളത്തിലെ സ്വീകരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മേയർ VV രാജേഷിന്റെ രാഷ്ട്രീയ പക്വതയായാണ് BJP അണികൾ കാണുന്നത്. മുൻകാലങ്ങളിൽ മണ്ടത്തരങ്ങൾ ആവർത്തിക്കാതെ ഗൗരവകരമായ വികസന ചർച്ചകൾക്കും സംഘടനത്തിനും സമയം കണ്ടെത്തുന്നതിലൂടെ തിരുവനന്തപുരത്തിന്റെ ഭരണത്തിന് പുതിയൊരു ദിശാബോധം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം തലസ്ഥാന നഗരിയുടെയും BJPയുടെയും ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്നതിലും തർക്കമില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം തിരുവനന്തപുരം നഗരസഭയുടെ വികസന ചരിത്രത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. BJP ഭരണത്തിന് കീഴിലുള്ള നഗരസഭയായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി മിഷന് കീഴിൽ തിരുവനന്തപുരത്തിന് പ്രത്യേക പരിഗണനയും അധിക ഫണ്ടും ലഭിക്കാൻ സാധ്യതയേറെയാണ്.